ഹലോ ഗൈസ്, വിജയ് ലോക ഡയറീസിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ ഈ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇവിടുന്ന് വിടുകയാണ്. എല്ലാവരും എന്താണ് ഈ ഇങ്ങനൊരു സ്ഥലമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം ഇവിടുന്ന് പുറത്ത് കിടക്കാൻ നോക്കട്ടെ. ഓക്കെ. അമർനാഥ് യാത്രിനിവാസിൻ്റെ ഒരു കേന്ദ്രത്തിലാണ് ഞാൻ സ്റ്റേ ചെയ്തിരുന്നത്. ഇത് ഈ ഒരു സീസൺ ടൈമിൽ മാത്രമേ ഇവിടെ ഓപ്പൺ ആവുള്ളൂ. ഇവിടെ ഫ്രീ ആണ് ഭക്ഷണവും താമസവും ഒക്കെ. അങ്ങനെ ഈ അടിപൊളി സ്ഥലത്ത് നിന്നും ഞാൻ വിട വാങ്ങുന്നു. അപ്പോൾ ശ്രീനഗർ റൂട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ്. കാരണം പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അപ്പോൾ മേലെയാണ് വണ്ടി. ഇത് നമ്മുടെ മറ്റേ ഷിജിൻ്റെ ക്യാമ്പ് ബാക്കിൽ. ചന്ദ്രകോട്ട് എന്നാണ് ഈ പ്ലേസിൻ്റെ പേര്. നല്ല ലൊക്കേഷനാണ്. ഇവിടെ ഞാൻ മറ്റേ ഷിജിൻ്റെ ക്യാമ്പൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, അതൊക്കെ ഇവിടെ തന്നെയാണ്. അതിന് മേലൊക്കെ ബിൽഡിംഗ് ഉണ്ടോ. അങ്ങനെ ഞാൻ വണ്ടിയുടെ അടുത്തെത്തി. ഒരുപാട് വണ്ടികൾ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ. ഈ താഴത്തായിട്ടൊരു പുഴ ഒഴുകുന്നുണ്ടോ, അത് നേരെ പാകിസ്ഥാനിക്കാണെന്നാണ് പറയുന്നത്. നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് സെറ്റായി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ റോഡിലേക്ക് NH മെയിൻ റോഡിലേക്ക് കടന്നു. ഇതങ്ങനെയാണ് റോഡ്. മലയൊക്കെ കണ്ടില്ലേ, മഞ്ഞ് കണ്ടില്ലേ. മഴ, ചാറ്റൽ മഴ ഉണ്ട്. ഈ റൂട്ടാണ് പോകേണ്ടത്. ഒരു 120 കിലോമീറ്ററോളം ശ്രീനഗറിലേക്കുണ്ട്. ഈ മഴ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കണ്ടില്ലേ വീടുകളൊക്കെ നിൽക്കണ നോക്ക്. അതിൻ്റെയൊക്കെ മേലെയായിട്ട് ബിൽഡിങ്ങുകളും നല്ല ലോങ്ങായിട്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ ചെറുങ്ങനെ കുറച്ചാണ്ട് മുന്നേക്ക് പോയാൽ മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമുക്ക് നോക്കി നോക്കാം. अभी 17 दिन है. 17 दिन हो गया. हाँ, आगे भी श्रीनगर, साथ में कारगिल. 4 दिन. कारगिल. अच्छा. हाँ, 3-4 दिन चाहिए. 3-4 दिन. ആള് വന്ന് ചോദിക്കുക. ഇവിടെ ഒരു ഇതുണ്ടോ, ബൈക്ക് പോവാണോ, ബൈക്കിന് കുഴപ്പമുണ്ടാണാവോ. കുറച്ച് നേരമായിട്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അയാളോട് ചോദിച്ചപ്പോൾ അയാളോ ഞാൻ അറിയില്ല പറഞ്ഞു. ടോളാണെങ്കിൽ കുഴപ്പമില്ല, ബൈക്ക് പോവും. നോക്കാം. അങ്ങനെ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനി ലേയിലേക്ക് 549 കിലോമീറ്ററാണ് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന്. നമുക്കൊന്ന് ചായ കുടിക്കണം. അടുത്തൊരു ചായക്കട, ഹോട്ടൽ. ഈ ചാറ്റൽ മഴ നിന്നിരുന്നു. ചാറ്റൽ മഴയുടെ ആവശ്യം തന്നെ ഇല്ല, അത്രയാണ്. ഇവിടെ ഒരുത്ത ബാക്കിലേക്ക് നടന്നിട്ടുള്ളൊരു യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കാണിച്ചിട്ടുണ്ട്. ബാക്ക് തിരിഞ്ഞോടുക. നമുക്ക് ആളുടെ വീഡിയോ ഒന്നും എടുക്കാൻ കേട്ടോ. ആളുടെ വീഡിയോ ഒക്കെ ഇവിടെ നിർത്താൻ പറ്റില്ല. ഇവിടെ മേലെ കുറച്ച് സീനാണ്. താഴത്തേക്ക് കല്ലൊക്കെ വീണെടുക്കുന്നുണ്ട്. ഇവിടെ വണ്ടി നിർത്തി അപ്പോൾ ഓടിക്കും. പിന്നെ നമുക്കും സേഫ് അല്ല. എന്തായാലും മുന്നിലേക്ക് പോയിട്ട് കുറച്ച് അവിടെ നിന്ന് നമുക്ക് കാണാം. എന്തായാലും ഹോട്ടലിലേക്ക് നിർത്തുമല്ലോ, അപ്പോൾ എനിക്ക് അവിടെ ഡിലേ വരുമല്ലോ. അപ്പോൾ എന്തായാലും ആൾ എൻ്റെ ഒപ്പം എത്തും. നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടണം. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഞാൻ എൻ്റെ ദേശീയ ഭക്ഷണമായ ആലു പൊറോട്ട കഴിക്കുകയാണ്. ഇവിടെ വന്നിട്ട് കൂടുതലും ഇത് തന്നെയാണ്, തൈരിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നുള്ളത് പയർ കറി വെച്ചതാണ്, അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ടാവാം. പിന്നുള്ളത് അച്ചാറുണ്ട്. ഇവിടെ ഇതിൻ്റെ ഒപ്പം മെയിനാണ് അച്ചാർ. നമ്മുടെ നാട്ടിലത്തെ അതേ ടേസ്റ്റ് തന്നെയാണ് അച്ചാറിനും. അപ്പോൾ ഇത് കഴിച്ചിട്ടാവാം. ഞാനങ്ങനെ കുറച്ച് മഴ കുറേ നേരം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഹോട്ടലിൽ നിന്നാണ് ഇപ്പോൾ ചായ കുടിച്ചത്. അവിടെ ഇങ്ങനെ സൈഡാക്കി. അവിടെ നിന്ന് ഒരാൾ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, മഴ ഇങ്ങനെ നിന്ന് പെയ്യല്ലേ, കാരണം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് വീഴൊക്കെ ചെയ്യാം. ഇതൊക്കെ ഈ സൈഡൊക്കെ അങ്ങനെ മലകളാണ്. അപ്പോൾ മഴ ഇങ്ങനെ നിന്ന് പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്നിട്ട്
ഒന്ന് മൂവ് ആവാന്ന് വിചാരിച്ചു. കണ്ട ഇപ്പോൾ വണ്ടികളൊന്നും പാസ് ചെയ്യുന്നില്ല കേട്ടാ. ഇപ്പോൾ വണ്ടികളൊന്നും പാസ് ചെയ്യണില്ലല്ലോ. ഇത് ഇപ്പോൾ വരുന്നത് ഇത് ഇവിടുത്തെ വണ്ടികളാണ്. JK ജമ്മു കാശ്മീർ ഇവിടുത്തെ ടീമിൻ്റെ വണ്ടികളാണ്. മറ്റേ ടൂറിസ്റ്റ് വണ്ടികളൊന്നും ഇപ്പോൾ വരുന്നില്ല. ഒക്കെ അവിടെ ടണലിൻ്റെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല. ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡാക്കി. കുറച്ച് സീനാണ് ഇവിടെ. അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് സൈഡാക്കിയതാ കേട്ടോ. നല്ല മഴയാണ്, കണ്ടില്ലേ കാലാവസ്ഥയൊക്കെ കണ്ടില്ലേ. അപകട സാധ്യതയുള്ള റൂട്ടാണ്, അതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. സെക്യൂരിറ്റി ഫോഴ്സൊക്കെ നമ്മളോട് പറഞ്ഞു കുറച്ചേരം നിന്നിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ പറയും. കുറേ ദൂരമായിട്ട് ടണലാണ്. അടുത്ത ടണലിൻ്റെ ഉള്ളിലേക്ക് കയറി. 2 ടണൽ അടുപ്പിച്ചടുപ്പിച്ചാണ്. നല്ല മഴയാണ് കേട്ടോ, അതാണ് കൂടുതൽ റോഡ് വ്യൂ എടുക്കാത്തത്. അങ്ങനെ കുറേ കൂടി മുന്നിലേക്ക് വന്ന് ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കി. റോഡ് വ്യൂ ഒന്നും അധികം ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റോഡ് വ്യൂ ഒന്നും കാണുന്നില്ലല്ലോ, സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എന്നാലും ഞാൻ സൈഡൊക്കെ ആക്കിയിട്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. റോഡ് വ്യൂ പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. ഇങ്ങനെ മലയോര പ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ഓരോ വീടൊക്കെ നിൽക്കണമൊക്കെ ലോങ് ആയിട്ട്. അങ്ങനെ ഞാൻ ചായയും മാൽ എന്ന് പറഞ്ഞ സാധനം, ചെറിയ മധുരമുള്ള ഒരു സാധനമൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ സൈഡാക്കി. ഞാൻ അടുത്തൊരു സിറ്റിയാണ് ലക്ഷ്യമിടുന്നത്. അവിടെ എവിടെയെങ്കിലും സ്റ്റേ ആക്കണം, എന്തെങ്കിലും പണി കിട്ടും. എന്താ മഴ 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 മഴ. സമയം ഏകദേശം 12-1 മണി ആ ഒരു ടൈമായി എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇവിടുന്ന് ചായ കുടിച്ച് ഇവിടുന്ന് പോകാൻ നോക്കുകയാണ്. റോട്ടിൽ വണ്ടികളൊക്കെ കുറവാണ്. ഇതേ പോണ ഒരു വണ്ടി, അതൊക്കെ ജമ്മു കാശ്മീരാണ്. ആ രജിസ്ട്രേഷൻ വണ്ടികളാണ് കൂടുതലും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് പോവാ. അങ്ങനെ ഞാൻ ബനിഹാൽ എന്നുള്ള ഒരു സിറ്റിയിലെത്തി. ഇതാകും ആ സെക്യൂരിറ്റി ഫോഴ്സുകാർ പറഞ്ഞ ആ സിറ്റി. ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ടൗണിലേക്ക് അങ്ങനെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ. നല്ല മഴയാണ്, അതാണ് നമ്മുടെ ഇന്നത്തെ സീനുകൾ. റോഡ് വ്യൂ ഒന്നും അധികം എടുക്കാൻ പറ്റാതിരുന്നത്. അങ്ങനെ ഞാനിതാ ബനിഹാലിൽ റൂമൊക്കെ കുറേ തിരഞ്ഞ് ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ട് 1250 രൂപ പറഞ്ഞ്. അവർ തന്നെ വേറെ സ്ഥലത്തുണ്ട് 1000 രൂപ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ലൊക്കേഷൻ കാണിച്ച് ഞാൻ അങ്ങോട്ട് ചെന്ന് ആ ഒരു റൂട്ടിന് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഒരു മാർക്കറ്റാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. മാർക്കറ്റാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ കുറച്ച് നേരം ഒന്ന് തിരിഞ്ഞപ്പോൾ ഒരു ഹോട്ടൽ കണ്ട്, ഒരു ലോഡ്ജ് കണ്ട്. അവിടെ ചോദിച്ചപ്പോൾ 600 രൂപയ്ക്കാണ് ഈ ഒരു റൂം കിട്ടിയത്. ഇവിടെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഞാനിത്ര ഇടയ്ക്ക് ഇപ്പോൾ ഈ യാത്രയിൽ നിന്ന റൂമുകളിൽ ഇങ്ങനെ കിച്ചൺ സെറ്റപ്പ് ഒന്നും കണ്ടില്ല. പിന്നെ ബാത്റൂം അവിടെ പുറത്താണ്. അങ്ങനെ 600 രൂപയ്ക്ക് എനിക്ക് ചെറിയൊരു റൂം കിട്ടി. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സൈഡായി. പക്ഷേ നമുക്കൊന്ന് ടൗണിലേക്ക് ഇറങ്ങാം. ടൗണിലേക്ക് ഇറങ്ങിയിട്ടേ അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ പാ. ഞാനേ 150 രൂപയ്ക്ക് ഒരു കുട വാങ്ങി. ഇവിടെ മഴയല്ലേ, ഇപ്പോൾ വെറുതെ എന്തിനു തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൊക്കെ വേണ്ടതോ. അപ്പം ഞാനൊരു 150 രൂപയ്ക്ക് ഒരു കുട അങ്ങോട്ട് വാങ്ങി. ഇപ്പോൾ ബനിഹാൽ ടൗണിൽ കൂടെ നടക്കുകയാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കിനി കാണാം. ഇവിടെ കണ്ട വെള്ളം കുത്തിയൊലിച്ച് ഒഴുകണ്ട. അവിടെ ലോങ് ആയിട്ട് നോക്ക് കോടയൊക്കെ. ഇതേ മാർക്കറ്റ് ചെയ്ത ഒരു പള്ളിയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു ബേക്കറി കടയിൽ കയറി. ഇതൊരു
സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് കച്ചോരി. ഇതാണ് കച്ചോരി. ഇത് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇതൊക്കെ സ്വീറ്റ് ഐറ്റംസ് ആണ്. അവിടെ ആണ് ചില്ല് ബോട്ടിൽ, അവിടെ ഒരുപാടുണ്ട്. ഇത് കച്ചോരി. ഞാനിപ്പോൾ കഴിക്കുന്നത് ഒരു മധുരമുള്ളത്. ഇവിടെ വേറൊരു ഐറ്റം ഉണ്ട്. നമുക്ക് കശ്മീരി കുൽച്ച, കശ്മീരി കുൽച്ച. ഇതൊക്കെ ആ രണ്ടും അത് തന്നെയാണ്. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. ഇവിടെ നല്ല മഴയാണ്, ഒരു രക്ഷയില്ല. എന്താ ചെയ്യുക, ചില സ്ഥലത്തൊക്കെ റോഡ് ക്ലോസ്ഡ് ആവും മിക്കവാറും. ഒരു ഫ്രൂട്ട്സ് കടയുടെ സൈഡിലായിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നതാ. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച ഇങ്ങനെ കണ്ട അങ്ങനെ കോഴിക്കടയിലൊക്കെ ഇങ്ങനെയാണ്, കോഴീനെയൊക്കെ തൂവലൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ടാവും. ഇത് ഫ്രഷ് ആയിട്ടുള്ള തൈരാണെന്നാണ് തോന്നുന്നത്. ആ മറ്റേ ബോട്ടിൽ എന്താണോ ആ മണി അതെന്തൊക്കെയാണോ. ഇവിടെയൊക്കെ പശുക്കളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തൈരൊക്കെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും. ഇത് ഈ ടൗണിലെ തന്നെ വേറൊരു പള്ളിയാണത്. ഇത് വലിയൊരു പള്ളിയാണ്. ആ കൊള്ളാലോ. അരക്കിലോ ആപ്പിൾ വാങ്ങാന്ന് വിചാരിച്ചു. കേരള. Me, Fruit King Banihal. Fruit King Banihal. My Insta ID. ആളുടെ ഇൻസ്റ്റ ഐ ഡി അതാണ് അത്ര. This pen is very crazy. Very mad. Scan 50. ഓക്കെ, ഇവിടെ അതാ കോഴിനെ കെട്ടി തൂക്കി വെക്കുന്നു. इसका नाम है अमो वखलू. Insta ID. ഇത് നമ്മളവിടെ കാണുന്ന പോലത്തെ ഒരു സാധാരണ പച്ചക്കറി കട. ഇത് ഇത് കക്കിരിയാണിത്, ഇവിടുത്തെ കക്കിരിയാണ്. ഇത് കണ്ട ഉരുളൻകിഴങ്ങ്, ചുവന്ന ഉരുളൻകിഴങ്ങാണിത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ ഒരു സൈഡിലായിട്ട് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വരിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടാവും അധികം ആളുകളൊന്നും ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ കാണാനില്ല. വൈകുന്നേരം നേരമാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഹോട്ടലും കാണുന്നുണ്ട്. പിന്നെ അല്ലറ ചില്ലറ ചെറിയ കടകളും വേറെ ഉണ്ട്. കൂടുതലും പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെയാണ് ഈ സൈഡിൽ കൂടുതലും കാണുന്നത്. പിന്നെ നമ്മളുടെ അവിടെയൊക്കെ കിട്ടുന്നത് പോലെ ചെറുപഴം അതേപോലെ നേന്ത്രപ്പഴം ഒന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ കൂടുതൽ റോബസ്റ്റാണ് കൂടുതൽ പഴം. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, ആകെ വെള്ളം കൊത്തി വലിച്ച് ഒഴുകുകയാണ്. മഴ തകർത്ത് പെയ്യാണ്. ഇവിടെ 4 ദിവസമായിട്ട് പൊരിഞ്ഞ മഴയാണത്ര. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇത് വേറൊരു പലഹാരക്കട. ഇത് എന്താണ് സാധനം? റൊട്ടിയൊക്കെ ओ बड़ा वो भी है।
हमारा गाँव में ऐसा नहीं കേരള ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ. അങ്ങനെ ഞാനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച ഒരു ചായക്കടയിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ അതാ ഇവിടെ എണ്ണക്കടികളാണ്, ഇങ്ങനെ പൊരിച്ച പക്കവട അങ്ങനത്തെ പൊരിക്കടികളില്ല, അങ്ങനത്തെ കടികളാണ്. നമ്മളവിടുത്തെ പോലത്തെ സ്നാക്സ് ഒന്നും ഇവിടെ അങ്ങനെയൊന്നും കിട്ടില്ല. പരിപ്പ് വട, പഴംപൊരി അങ്ങനെയുള്ള സ്നാക്സുകളൊന്നും ഈ ഭാഗത്തൊന്നും കിട്ടില്ല നോർത്തിലേക്ക് വരുംതോറും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പക്കവട ഐറ്റംസ് ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ഉരുളൻകിഴങ്ങിൻ്റെ പക്കവട കാണേണ്ട, അത് വാങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇത് പക്കവട എത്തി. ഇത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇതൊരു ബിസ്ക്കറ്റ് കടയാണ്. ആ ചില്ലിട്ട കൂട്ടിനുള്ളിൽ അടുക്കി വെച്ചിട്ട് കണ്ടില്ലേ, അത് കാണാൻ നല്ല രസമില്ലേ. ഇത് വേറെ ബ്രിഡ്ജാണ് കേട്ടോ, അതിൻ്റെ തൊട്ട് ഈ ടൗണിൻ്റെ വേറൊരു സൈഡിലുള്ള വേറൊരു ബ്രിഡ്ജ്. വെള്ളം വലിച്ചു പോകണമൊക്കെ എന്ത് സ്പീഡിലാണ് പോണത്. ഏറ്റവും മലയുടെ മേലേക്ക് ഉണ്ടല്ലോ കോടയൊക്കെ, ആ മേലേക്കാണ് റോഡ് കണ്ടില്ലേ, അത് ശ്രീനഗർ, അങ്ങോട്ട് വേണം ശ്രീനഗർ റൂട്ട്. കണ്ടാ പ്രളയം പ്രളയം. ലോങ് വ്യൂ നോക്ക്. ഇവിടുന്ന് മേലേക്കൊക്കെ കോടയാണ്, ഏറ്റവും ടോപ്പിലൊക്കെ കോടയാണ്. അങ്ങനെ ഞാനൊരു മെയിൻ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചൊരു ഹോട്ടലിൽ കയറി. റൈസും അതേപോലെ ബീഫാണ് എനിക്ക് കിട്ടിയത്. ബീഫ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഒന്ന് ആക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെയൊക്കെ ബീഫൊക്കെ കഴിക്കും കാശ്മീരികളൊക്കെ. അങ്ങനെ റൈസും സവാള അരിഞ്ഞിട്ടൊരു സലാഡും പിന്നെ വേറൊരു ഉണ്ട പോലത്തെ സാധനമുണ്ട്, അതെന്താണെന്ന് എനിക്കിങ്ങനെ മനസ്സിലായില്ല. എല്ലാ ഫുഡ് ഐറ്റംസിനും കാണാറുണ്ട്. അങ്ങനെ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഒരു ഹോട്ടലിൽ നിന്ന്. എന്തായാലും നല്ല വൈകുന്നേരമൊക്കെ ആയില്ല, അപ്പോൾ എന്തായാലും ഭക്ഷണം മെയിനായിട്ടുള്ളൊന്ന് കഴിക്കണമല്ലോ. ഞാനിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. കുറച്ച് മുന്നേ ഒരു 5:37 ഇവിടെ പള്ളിയിൽ ബാങ്ക് കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അസ്തമയം നേരത്തെ ആണല്ലോ. നമ്മളവിടെയൊക്കെ 6:30, 6:45, ചില മാസങ്ങളിലൊക്കെ 7 മണി അങ്ങനെയല്ലേ. അപ്പോൾ നോക്കുമ്പോണ്ടാ 5:37 ബാങ്ക് കൊടുത്ത്. പിന്നീട് മനസ്സിലായത് അത് അസ്തമയത്തിൻ്റെ അല്ല, അസ്തമയം ശരിക്കും ഇവിടെ 7:35 അസ്തമയം ശരിക്കും ഇവിടെ 7:35 ഇവിടെ ജൂലൈ മാസം ആയതുകൊണ്ട് കുറച്ചും കൂടി ഇതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇവിടെ വെളിച്ചം മാറിയിട്ടില്ല, ഇപ്പോഴും സമയം 6:30 ആവാറായി. വെളിച്ചം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴയുള്ളതുകൊണ്ടാണ് ഈ ഒരു ഇരുട്ട്. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടത്. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. മേലേക്ക് നോക്കി നോക്കി, ഏറ്റവും മലയുടെ മേലൊക്കെ വീടുകളൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങനെ ഓക്കെ റൂമിൽ കയറി വെക്കാം. എൻ്റെ റൂം മേലെയാണ് കേട്ടോ, മേലത്തെ. ഇതിവിടെ നിന്ന് ഇങ്ങനെ പോയി കുറേ റൂമുകളുണ്ട് ഇവിടെ. അങ്ങനെ ഇതാ റൂമിലേക്ക് എത്തി, റൂമിൽ കയറി. ഇനിയിപ്പോൾ സമയം ഇപ്പോൾ 7 മണി ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ബാങ്ക് വിളി അസ്തമയത്തിൻ്റെ 7:35 അപ്പോൾ രാവിലെ എപ്പോഴാണ് വരിക അല്ലേ? നല്ല വ്യത്യാസമുണ്ട്. എന്തായാലും അത് ഞാൻ പെട്ടെന്ന് അങ്ങനെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ സമയം ഇപ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് വീഡിയോ എഡിറ്റിങ്, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരിലേക്ക് കൂടുതൽ വീഡിയോ എത്തിക്കാനും, പിന്നെ ഇന്നത്തെ യാത്ര തുടങ്ങിയപ്പോൾ നമുക്ക് റോഡ് വ്യൂ അധികം കാണിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു ഇത് ഞാനിവിടെ ചെന്നിട്ട് ഈ ബനിഹാൽ എന്ന ഈ സ്ഥലത്ത് വന്നിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ, നാളത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിക്കുന്നു. കേരള ടു ലഡാക്കിൻ്റെ ഒരു ദിവസം കൂടി. പക്ഷേ ദിവസങ്ങളിങ്ങനെ കൂടി വരികയാണ്, കാരണം മഴ, പിന്നെ അതേപോലെ എൻ്റെ കുറച്ച് ക്ഷീണങ്ങൾ. നമ്മളൊക്കെ അവിടെ ഇവിടെ സ്റ്റേ ചെയ്ത് അതിൻ്റേതായിട്ട് അവിടെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഹാഫ് ഡേ അങ്ങനെയൊക്കെ പോയത്, അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് 10-21 ദിവസമായി. പക്ഷെ 10-21 ദിവസമൊന്നും വേണ്ട കേട്ടോ ഇവിടേക്ക് ലഡാക്കിലേക്ക് ഒറ്റ വരവ് വരാൻ. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു യാത്രയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഡിലേ വന്നത്. പിന്നെ ഇപ്പോൾ ഏകദേശം അടുത്തെത്തിയല്ലോ. ഇവിടുന്ന് ലേൽക്കാണെങ്കിൽ നമുക്ക് 400 സംതിങ് കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു എന്താ പറയുക, പ്രളയാന്തരീക്ഷത്തിൽ നിന്ന് അങ്ങോട്ട് പോകണം, എന്നാലേ ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് ഉഷാറാക്കാം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും ബൈ.